കണ്ട ഒരാളിവിടെ ക്ലാസ്സിൽ പോയിട്ടില്ല. ഇതിപ്പോൾ മൺഡേയും പോയിട്ടില്ല, ഇതിപ്പോൾ ഫ്രൈഡേ പോയിട്ടില്ല. എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ മാർച്ചിൽ എക്സാം വന്നുകൊണ്ടിരിക്കുന്നതിന്, അപ്പോൾ അത് കാരണം എഴുതാൻ എനിക്കിരിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ പഠിക്കണുള്ളത് ക്ലാസ്സിൽ പോയില്ലെങ്കിലും. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്. പിന്നെ വേറൊരാളുണ്ട് കണ്ട 24 മണിക്കൂറും മൊബൈൽ ഗെയിം കളിയാണ്. കണ്ട ഓക്കെയാണ് കളിയാണ്. പിന്നെ വാലന്റൈൻസ് ഡേറ്റ് നിങ്ങൾക്ക് എന്താ പരിപാടി? എനിക്കങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ അത് ഇതൊന്നും കിട്ടാറൊന്നുമില്ല. എന്തായാലും ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാലന്റൈൻസ് ഡേ ആണ്, എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും എന്നൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ചിരിച്ചുകൊണ്ട് പോയി. എന്തായാലും ഈവനിങ്ങിൽ വരുമ്പോൾ നമുക്ക് അറിയാം എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നാലും വല്ല മഞ്ച് അങ്ങനെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ശരി എന്നാൽ ആൾ ഇച്ചിരി ചോറ് വയ്ക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഗിഫ്റ്റ് ആയിട്ട് കാണിച്ചു തരാവേ. ഇത് ഞാൻ ഹാപ്പിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയത്? എന്തായാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചില ആൾക്കാരുണ്ടാവും കിട്ടാത്തത്. പക്ഷെ അത് ഹസ്ബൻഡ് സ്നേഹം ഇല്ലാത്ത കാരണമാണ്. ഇവിടെ ഇല്ല എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സ്നേഹം കൊണ്ട് തന്നെ പറയാം. പുള്ളിക്കാരൻ്റെ കാര്യം നോക്കുമ്പോൾ എൻ്റെ കാര്യം നോക്കിയിട്ട് എൻ്റെ മക്കളുടെ കാര്യം നോക്കിയിട്ട് എന്ത് കാര്യം ചെയ്യാതെ. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ പണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാറില്ല. അതിൽ വലിയ സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കാരണം എനിക്ക് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം അത് ചെയ്യാത്ത ആൾക്കാരെ പറഞ്ഞുകൊണ്ട് സ്നേഹം ഇല്ലാന്നല്ല കേട്ടോ. ഓരോ ആൾക്കാർക്ക് ഓരോ രീതികളാണ് സ്നേഹം. അങ്ങനെ എൻ്റെ പിന്നെ എനിക്ക് ആ മലയാളത്തിലെ ഭാഷ എനിക്ക് ആ ഒരു വേർഡ് അറിയാൻ പാടില്ല. പിന്നെ എല്ലാവർക്കും മലയാളം എനിക്ക് അത്ര നല്ല വശമൊന്നുമില്ല. ചില വേർഡ്സൊന്നും എനിക്ക് ക്ലിയർ ആവാറില്ല. ഞാൻ ജനിച്ചതും വളർന്നതും ബോംബെയിലാണ്. പിന്നെ എൻ്റെ 6th സ്റ്റാൻഡേർഡിലാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെ വന്നിട്ടാണ് ഞാൻ മലയാളം പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് മലയാളത്തിൽ ചെറിയ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ എനിക്ക് പറ്റും. അപ്പോൾ ആർക്കെങ്കിലും അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവ സംഗതി കമൻറ്റിൽ അതൊന്നും പറഞ്ഞ് ചീത്ത വിളിക്കരുത്. സോറി. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ശരിയല്ല. ബൈ.